ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നേ ഒരു പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പണ്ട് കൊച്ചിലെ സ്കൂളിലൊക്കെ പോകുമ്പം കണ്ണാടിപ്പെട്ടിയിൽ ചായക്കടയിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ആ പരിപ്പ് വട. അതിനുണ്ടാക്കാൻ ഞാൻ എടുത്തേക്കുന്നേ കടലപ്പരിപ്പാണേ. ഇത് വെച്ച് തുവരപ്പരിപ്പ് വെച്ചും വടപ്പരിപ്പ് വെച്ചും ഇത് ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് വടപ്പരിപ്പ് തന്നെ വെച്ചുണ്ടാക്കുന്നതാണേ. ഇതിപ്പോൾ ഞാൻ കടലപ്പരിപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പായസമൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പില്ലേ, അത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ഒരു 2.5 മണിക്കൂറോളം കുതിർത്തിട്ട് ഇതിപ്പോൾ ഊറ്റി വെള്ളം വാർന്നു പോകാൻ വെക്കുകയാണേ. നമ്മൾ ഇതിനകത്ത് പിന്നെ നമ്മൾ വെള്ളം ഒന്നും ചേർക്കത്തില്ല. നമ്മൾ ഇത് കുതിർത്ത അതിനകത്ത് മയമില്ലേ, പിന്നെ കുതിർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെള്ളമയം ഉണ്ടല്ലോ, ആ ഒരു വെള്ളമയത്തിലാണ് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വേണേ. ഒരു സവാള, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇത്രയും സാധനമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഞ്ഞായിട്ട് കുനുകുനാന്നരിഞ്ഞെടുക്കണം കേട്ടോ. ആ സവാള ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലേ, 3/4 ഭാഗം എടുത്തോളൂ. ഇനി ചുമന്നുള്ളി നമ്മൾ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചുമന്നുള്ളിയാണേ. ഇനിയിപ്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഇത് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വേറെ അരിഞ്ഞു വെക്കുന്നത്. അല്ലാതെ നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അരിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. ഇനി ഇതിൽ നിന്നൊരു 3 സ്പൂൺ കടല നമുക്ക് മാറ്റി വെക്കാം. എന്തിനാണെന്നല്ലേ വഴിയേ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കടലയുണ്ടല്ലേ, അത് നമ്മൾ ജാറിനകത്തിട്ടിട്ട് കുറേശ്ശെ ഇട്ട് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ അരച്ചങ്ങ് എടുക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കത്തില്ലേ. ക്രഷ് ചെയ്താൽ നമ്മൾ തരിതരിയായിട്ടല്ല, ഇച്ചിരി ഒരു അരഞ്ഞ മട്ടിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അടി കിടക്കുന്നത് നന്നായിട്ട് അങ്ങ് അരഞ്ഞും പോവും, മോളി കിടക്കുന്നത് അരയാതെ ഇരിക്കും കേട്ടോ. എന്നെക്കൊണ്ട് വയ്യേ എന്ന് പറഞ്ഞ കണക്ക് ജാറിൻ്റെ അടപ്പൊന്നും അത് ഇരിക്കുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ. ഞാൻ ഈ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അരഞ്ഞും പോകരുത്, എന്നാൽ അരയാതിരിക്കുകയും ചെയ്യരുത്. നമ്മളിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോഴേ ഉണ്ടയാവുന്ന ആ ഒരു സ്റ്റേജിൽ അരച്ചെടുക്കണം. പിന്നെ നേരത്തെ ഞാൻ മാറ്റി വെച്ച കടലുണ്ട, അത് ഞാൻ ഇതിനകത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണ്ടേ അതിന്. പിന്നെ സവാള, ചുമന്നുള്ളി, ഇതിപ്പോൾ അത്തപ്പൂക്കൾ ഇടുന്ന കണക്ക് തോന്നുന്നുണ്ടല്ലേ. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണേ ഞാൻ അങ്ങനെയൊക്കെ വെക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി, നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ എല്ലാം ഉണ്ടോയെന്ന്, അത് കാരണമാണേ. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് തട്ടി അങ്ങ് ഇട്ടാൽ മതി. കറിവേപ്പില ഇപ്പോൾ അത്തപ്പൂക്കൾ ഇട്ടാണക്കായല്ലേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണോ, ഒന്ന് ഞെവിടി എടുക്കണം. അതിനു മുമ്പ് ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലേ, അത്, കായപ്പൊടിയും പെരിഞ്ജീരകം ഇത്രയും കൂടെ ചേർക്കണം കേട്ടോ. അത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഉൾവിളി വന്നത്, ഇതിനകത്ത് എന്തോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ, ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ഇത്തിരി എടുത്ത് വായി വെച്ച് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉപ്പിട്ടിട്ടില്ലെന്ന്. പിന്നെ ഞാൻ ഉപ്പിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അറഞ്ചം പുറഞ്ചം കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ദാണ്ടെ കൈയുടെ വെള്ളയിൽ വെച്ച് ഇങ്ങനെ പതുക്കി എടുക്കണം. കൈയുടെ വെള്ള വെച്ച് വേണേ പതുക്കി എടുക്കാൻ. അപ്പോൾ ഉള്ളി ഇങ്ങനെ ഒന്ന് പൊന്തിയിരിക്കും, അരികെല്ലാം നല്ല അങ്ങോട്ട് കനം കുറഞ്ഞിരിക്കും. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയില്ലേ, അത് തന്നെ പാം ഓയിൽ ഉപയോഗിച്ചത് കേട്ടോ. നിങ്ങൾ നല്ല വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ വറുത്ത് പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇത് കൊച്ചു തീയിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചേ വറുക്കാവൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളു വേവാതെ പുറം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതിനൊക്കെ ഞാൻ എല്ലാം 2-3 ട്രിപ്പായിട്ട് വറുത്ത് കോരി, അത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണേ. അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ 2-3 ട്രിപ്പായിട്ട് വറുത്ത് കോരിയിട്ടുണ്ടേ. ഇനി ഒരു ചായയും കൂടി ഇല്ലെങ്കിൽ പരിപ്പോടെ തന്നെ ഒരു ടേസ്റ്റ് ഇല്ലല്ലേ. അപ്പം മക്കൾക്കുള്ള ചായയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇനി അവർക്ക് ചായ ഞാൻ ചായ കുടിക്കാറില്ലേ, അത് കാരണം അവർക്കും 2 പേർക്കും മാത്രം ചായ, എനിക്ക് കാപ്പി ഇട്ടേ. കാപ്പി ഇട്ടത് പിന്നെ ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളേ. അവർക്കുള്ള ചായയൊക്കെ ഒഴിക്കുക ഞാൻ. അപ്പോൾ ഇതേ കണക്ക് നല്ല പതപ്പിച്ച ഒരു ചായയും ചൂട് പരിപ്പോടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കത്തില്ലേ. ഇനി എനിക്കുള്ള കാപ്പിയും കൂടി ഒഴിക്കാം നമുക്കേ. അപ്പോൾ ആ കാപ്പി ഒഴിക്കുന്ന ഗ്ലാസ് ഉണ്ടോ, ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്, അതാണ് എൻ്റെ കാപ്പി ഗ്ലാസ്. ഞാൻ അങ്ങനെ പതിവൊന്നുമില്ല, ചായ കുടിക്കുന്ന പതിവൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചായ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ചായ കുടിക്കട്ടെ എല്ലാവരും. ഈ പരിപ്പോടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ആക്കി വെക്കാനും
പിന്നെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്ക് എല്ലാവർക്കും താങ്ക് യു.